പ്രകേഷ് +2 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റുമാണ്. അല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എങ്ങനെയാണ് റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കറിയാം, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്നുള്ളത് എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്? To know about the net results of a non-profit organization. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ നെറ്റ് റിസൾട്ട്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രോഫിറ്റോ ലോസോ ഉണ്ടാവില്ല. അത് ലാഭമോ നഷ്ടമോ എന്നുള്ള കണക്കിലല്ല ഒരിക്കലും നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ഇൻകംസും എക്സ്പെൻഡിച്ചേഴ്സും രേഖപ്പെടുത്താനുള്ള അക്കൗണ്ട് ആണ് എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏതൊരു സിമിലാരിറ്റി ഉണ്ട്? ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ സാധാ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ എന്തിന് തുല്യമാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുല്യമാണ് എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് റവന്യൂ ഐറ്റംസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. എന്ത് മാത്രമേ ഇതിൽ ഉൾപ്പെടുന്നുള്ളൂ? റവന്യൂ ഐറ്റംസ് മാത്രമേ എവിടെ ഉൾപ്പെടുത്തുള്ളൂ. നമുക്ക് ക്യാപിറ്റൽ ഐറ്റംസ് ഉൾപ്പെടുത്തില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ ഐറ്റംസ് ഓൾറെഡി എവിടെ വരും? ക്യാപിറ്റൽ ഐറ്റംസ് എവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂ ഐറ്റംസ് മാത്രമേ എവിടെ കാണിക്കുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 2 സൈഡ് ഉണ്ടായിരിക്കും, എക്സ്പെൻഡിച്ചേഴ്സ് അക്കൗണ്ടും ഇൻകം അക്കൗണ്ടും. അപ്പൊ എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും ലോസസും കാണിക്കുക, ഇൻകം സൈഡിൽ എന്ത് കാണിക്കുക? എല്ലാ ഇൻകംസും ഗെയിൻസും കാണിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ എന്ത് വരും? പ്രീവിയസ് ഇയേഴ്സ് കണക്കുകൾ വരും, കറണ്ട് ഇയർ വരും, സബ്സിക്വന്റ് ഇയർ വരും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എവിടെ വരുന്നുള്ളൂ? ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരും. കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രം. ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് മാത്രമേ വരുള്ളൂ? സാധാരണഗതിയിൽ എന്ത് മാത്രമേ വരുള്ളൂ? കറണ്ട് ഇയറുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ വരുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. എന്തെങ്കിലും ലഭിക്കുക, ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും ലഭിക്കുക. സർപ്ലസ് എന്ന് പറയുന്നത് ഇൻകംസ് കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാണെങ്കിൽ എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും. എക്സ്പെൻഡിച്ചേഴ്സ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പം സർപ്ലസ് ഒരു ഡെഫിസിറ്റ്. സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം കൂടുതലും അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ കുറവും. എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവാണെങ്കിൽ എന്തായിരിക്കും? ഡെഫിസിറ്റ് ആയിരിക്കും. ഈ നെറ്റ് റിസൾട്ട് എന്തായാലും ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ നമ്മൾ രേഖപ്പെടുത്തുന്ന ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് എന്ത് രേഖപ്പെടുത്തുക? ഈ പറയുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഈ റിസൾട്ട്, സർപ്ലസോ ഡെഫിസിറ്റോ എന്നുള്ള റിസൾട്ട് നമ്മൾ രേഖപ്പെടുത്തുക. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിൽ ഒന്നാണ്. അപ്പൊ ഇത് എന്തിൽ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുക? റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ബേസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക? റെസീവ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിൽ ഒന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് റെസീവ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കഴിഞ്ഞു, ഇനി എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ക്ലാസ്സസ് കൃത്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി ഇപ്പം നമ്മളുടെ ജീവിതത്തെ വീണ്ടും ആഴത്തിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥിതിഗതികൾ വീണ്ടും ഒരു ഭയാനകമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തും നമ്മൾ പഠന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആത്മാർത്ഥതയും ഉന്മേഷവും നമ്മൾ ആ രീതിയിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും സജീവമായി പങ്കെടുക്കണം. അതുകൊണ്ട് തന്നെ അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങരുത്. ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് ഇറങ്ങുക, വീടുകളിലിരിക്കുക. പഠന പ്രവർത്തനങ്ങളും പഠനേതര പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ഉത്സാഹഭരിതമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. ഇന്നത്തെ ക്ലാസ്സിലിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു.